ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ജാതി മതമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ പറയുന്ന കേൾക്കാം. ജാതിയില്ല, മതമില്ല, അതേപോലെ തന്നെ എല്ലാവരും ഒന്നാണ്, അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം. പക്ഷെ എന്നിട്ട് ഈ നന്ദഗോപൻ ഭജൻസ് അവർക്കിപ്പം എന്താണ് ക്രിസ്തീയ ഗാനം പാടിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിലക്ക് വന്നേക്കാണ്. ഇനി അവർക്ക് ഭക്തിഗാനം പാടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിലക്ക് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ലൈവ് പോയിരുന്ന് കണ്ട പരിപാടി ആയതുകൊണ്ടുകൂടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് രണ്ട് വാക്ക് പറയാൻ വന്നത്. അപ്പം അത് ആ ഒരു സമയം, നമ്മൾ ആ ലൈവിലിരുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ നമുക്ക് എന്തോ ഒരു എല്ലാ ദുഃഖങ്ങളും മറന്നിട്ട്, എല്ലാ സങ്കടങ്ങളും മറന്നിട്ട് ഈശ്വരന് നമ്മൾ മാത്രമുള്ള ആ ഒരു നിമിഷങ്ങളിലേക്ക് നമ്മളെ അവർക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞത് അതൊരു വലിയ സന്തോഷം, വലിയൊരു നമുക്ക് എവിടെയും കിട്ടാത്ത ഒരു അനുഭൂതിയായിരുന്നു അത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനും മനുഷ്യരും മാത്രമുള്ള ആ ഒരു ഇത് അവർ പാട്ടിലൂടെ നമ്മളിൽ അത് ആ ഒരു ഫീലിങ്സ് വരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. ഞാനത് ആരോ എൻ്റെ ഒരു ഫ്രണ്ട്, ഫേസ്ബുക്കിലൊരു ഫ്രണ്ടാണ്, ഒരനിയൻകുട്ടിയുണ്ട്, അതൊരു പോസ്റ്റ് ഇട്ടു, നന്ദഗോപൻ ഭജൻസ് കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൽ ചെന്ന് പറഞ്ഞ് ഞാനും കണ്ട പരിപാടിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാനൊരു പോസ്റ്റ് കണ്ടു, അവർക്ക് വിലക്ക് വന്നേക്കുന്നു, അവർക്ക് ഇനി പാടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലത്രമാത്രം സത്യാവസ്ഥ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് അതൊരു വിഷമം വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ജാതി മതമൊന്നും ഇല്ല, എല്ലാവരും ഒന്നാണെന്നൊക്കെ പറയുന്നിടത്ത് പിന്നെ എങ്ങനെ വന്നു? ഈ ഭക്തിഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവങ്ങൾക്കും ഒരുപോലെ തന്നെയാണ്. ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുക്കളും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഈ ഭക്തിഗാനങ്ങളില്ലേ. അവരുടെ നമ്മളെല്ലാവരും വ്രതം നോക്കുന്നത് ഒരുപോലെ തന്നെ അല്ലേ. മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാം വ്രതം നോക്കുന്നത് ഒരുപോലെ തന്നെ, മനസ്സ് ശരീരവും ശുദ്ധമാക്കിയിട്ട് ആണ് വ്രതം എടുക്കുന്നത് അല്ലേ. ഈ മൂന്ന് മതസ്ഥരും അങ്ങനെ തന്നെയല്ലേ വ്രതം എടുക്കുന്നത്. അല്ല ക്രിസ്ത്യൻസിന് വേറെ രീതിയിലും മുസ്ലിംസിന് വേറെ രീതിയിലും ഒക്കെയാണോ, ഹിന്ദുക്കൾക്ക് വേറൊരു തരത്തിൽ അങ്ങനെയൊക്കെയാണോ? അല്ല, എല്ലാവരും മനസ്സും ശരീരമാണ് ശുദ്ധമാക്കുന്നത് വ്രതം എടുക്കുന്നതിന്. അതിന് മീനോ മുട്ട പഴമഞ്ഞ് ഇറച്ചിയൊന്നും കഴിക്കുന്നതല്ല. മനസ്സും ശരീരവും ശുദ്ധമാക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, വേദനിപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതിരിക്കുക, ഇതൊക്കെയാണ് വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എനിക്കറിയത്തില്ല, അല്ല ഭക്ഷണം ഇന്നത് കഴിക്കരുതെന്നൊന്നുമില്ല. ചില വീട്ടിൽ പഴങ്കഞ്ഞിയെ കാണത്തുള്ളൂ, രാവിലെ ഒന്ന് കഴിക്കാൻ, അത് കഴിച്ചിട്ടായിരിക്കും. എൻ്റെയൊക്കെ ചെറുതിൽ ഞാൻ നോയമ്പ് നോക്കിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനൊക്കെയാണ് രാവിലെ പഴങ്കഞ്ഞിയൊക്കെ ആയിരിക്കും കഴിക്കും. പക്ഷെ അത് കുളിച്ചിട്ട് വന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞങ്ങൾക്ക് കഴിക്കാറുള്ളൂ എന്നുള്ളതേ ഉള്ളായിരുന്നു. അപ്പം വ്രതം നോക്കുന്നതും മതം എല്ലാം ഒരുപോലൊക്കെ തന്നെ ഉള്ളൂ. ഈശ്വരൻ എല്ലാ ദൈവങ്ങളും ഒരുപോലെ ഉള്ളൂ. ഇപ്പോൾ ക്രിസ്ത്യൻ പാട്ടിനിടയ്ക്ക് ഒരു മുസ്ലിം പാട്ട് പാടിയെന്ന് പറഞ്ഞിട്ടോ, ഹിന്ദു പാട്ടിനിടയ്ക്ക് ഒരു മുസ്ലിം പാട്ട് പാടിയെന്ന് പറഞ്ഞിട്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം നമ്മുടെ ദൈവങ്ങളാണ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പം ഇതെനിക്ക് ഭയങ്കര വിഷമം വന്നൊരു കാര്യമാണ്. അവര് നന്ദഗോപൻ ആരും വളരാൻ ആരും സമ്മതിക്കത്തില്ല, മനസ്സിലായോ? ഏത് ആൾക്കാരായാലും, ഇപ്പോൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും വളരാൻ മറ്റൊരു ആൾക്കാർ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവരുടെ വളർച്ചയിൽ അസൂയുള്ള ആൾക്കാർ ഒരുപാട് കാണുമായിരിക്കും. അവർ അതിനുള്ള പണി കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇതിനകത്ത് വേറൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇവൻ എവിടെ ഈ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ ഗാനമേള നടത്തുമ്പം ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ഹിന്ദുക്കളുടെയും പാട്ട് പാടിയാണ് അവർ ഗാനമേളക്കാർ ആദ്യം തുടങ്ങുന്നത് അല്ലേ. അവർ ആദ്യം ചിലപ്പോൾ ചിലവർ ഗണപതിയെ തുടങ്ങും, ചിലവർ ആ അമ്പലത്തിലെ ഇരിക്കുന്ന ദേവനും ദേവി ഏതാണെന്ന് വെച്ചാൽ അവരെ പറ്റി തുടങ്ങും. അത് കഴിഞ്ഞാൽ എന്തായാലും മൂന്ന് മതത്തെയും കുറിച്ചും അവർ ഒരു പാട്ട് പാടിയിരിക്കും. അപ്പം പിന്നെ ഇവർക്ക് എന്താണ് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇത് എനിക്ക് വിഷമം വന്നൊരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരുപാട് വിഷമം വന്നൊരു കാര്യമാണ്. കാരണം ഞാൻ ലൈവ് കണ്ട ഒരാളാണ്, അനുഭവിച്ച ഒരാളാണ് ആ ഒരു സ്ഥിതിക്ക്. പിന്നെ അവരുടെ പരിപാടി അവർ വേറൊരു രീതിയിൽ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്കൊരുപാട് സന്തോഷം തരുന്നുണ്ട്. ഇപ്പം ഈശ്വരനെ ഒരുപാട് ഭക്തിയോടെ നമിക്കുന്ന, ഈശ്വരനെ ഉള്ളി ലോകത്തുനിന്ന് മാത്രം പറഞ്ഞ് നടക്കുന്ന കുറേ വിശ്വാസികളുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ഒന്ന് പൊങ്കാല ഇടാൻ വരുമായിരിക്കും. എങ്കിലും എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി, അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ.